നമസ്കാരം. ഞാൻ എൻ്റെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തോട്ടത്തിലുള്ളത്. ഏകദേശം 1.5 വർഷം മുമ്പ് ഞാൻ കുറച്ച് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈകൾ കൃഷി ചെയ്തു. അപ്പോൾ അതൊക്കെ പൂത്തതും കായ്ച്ചതും ഒക്കെ ഒന്ന് കണ്ടപ്പോൾ അതൊന്ന് വീഡിയോ ചെയ്യണമെന്ന് തോന്നിയിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾ കാണാം, ഞാൻ ഏകദേശം ഒരു 15 ചുവട് ആണ് ഞാൻ കൃഷി ചെയ്തിട്ടുള്ളത്. ഈ 15 ചുവടിൽ 3 ഞാൻ ഉത്തർപ്രദേശത്ത് നിന്ന് വരുത്തിയിട്ടുള്ളതാണ്. ഒക്കെ ഒരേ ഇനമാകണ്ടെന്ന് കരുതിയിട്ടാണ് വ്യത്യസ്ത ഇനം ഞാൻ കൊണ്ടുവന്നത്. അങ്ങേ അറ്റത്തുള്ള ആലീസ് ബിഗ് എന്ന് പറയുന്ന ഒരു ഇനത്തിൽപ്പെട്ടതാണ്. അതാണെങ്കിൽ നല്ല വലിപ്പം വെക്കും, നല്ല റെഡ് കളറുമായിരിക്കും, നല്ല ടേസ്റ്റുള്ള ഒരു ഇനമാണ്. അപ്പോൾ അതാണ് ഞാൻ ഒന്ന് വരുത്തിയിട്ടുള്ളത്. രണ്ടാമത്തത് ഈ കാണുന്നതാണ്. ഇതാണ് ജംബോ എന്ന് പറയുന്ന ഇനം. ഇതിനും അതേപോലെ തന്നെ ധാരാളം കായ്കളും ഉണ്ടാവും, നല്ല വലിപ്പമുള്ള പൂക്കളുമാണ് ഉണ്ടാവുക, നല്ല ടേസ്റ്റുള്ള ധാരാളം ഉൽപ്പാദനം ഉണ്ടാകുന്ന ഇനമാണത്. മൂന്നാമത്തതാണ് ഈ കാണുന്നത്. ഇതിൻ്റെ പേര് മൊറോക്കോ റെഡ് എന്നാണ്. മൊറോക്കോ റെഡ് ഇതും ഇതേപോലെ തന്നെ നല്ല ഇനം, ധാരാളം കായ്കളും പൂക്കളും ഒക്കെ ഉണ്ടാകുന്ന നല്ല ടേസ്റ്റുള്ള ഇനമാണ്. ഇനി അതുകൂടാതെ ഇത് നമ്മൾ സാധാരണ നമ്മളെ നാട്ടിൽ കാണുന്ന ഈ റെഡ് നിറത്തിലുള്ള ഒരിനാണ്. ഇതും ധാരാളം കായും പൂക്കളും ഒക്കെ ഉണ്ട്. അങ്ങനെ ഇപ്പോൾ ഇതൊക്കെ പൂക്കുകയും കായ്ക്കുകയും ഒക്കെ ചെയ്യുന്ന സമയമാണിത്. പിന്നെ ഇതിന് ഞാൻ എന്താണെന്ന് വെച്ചാൽ നല്ല പരിചരണം കൊടുക്കുന്നുണ്ട്. പരിചരണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇത് നോക്കൂ, ഇതിൻ്റെ ചോട്ടിൽ ഞാൻ വളമൊക്കെ ഇട്ട് ചാണകം, അതുപോലെ ഈ കടലപ്പിണ്ണാക്ക് ഇത് പുളിപ്പിച്ച് ശർക്കരയിട്ട് പുളിപ്പിച്ചതിന് ശേഷം 2 ദിവസം വെച്ചിട്ട് അത് ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് അതിൻ്റെ ചോട്ടിൽ നമ്മൾ കോഴിയൊക്കെ അത് ചകഞ്ഞ് വൃത്തികേടാക്കാതിരിക്കാനും അതുപോലെ കളകൾ മുളക്കാതിരിക്കാനും ഒക്കെ എല്ലാ ചെടികളെയും ചോട്ടിൽ ഞാൻ ഇതേപോലെ ഇതൊക്കെ വിരിച്ച് വെച്ചിട്ടുണ്ട്. ഇതാണ് ജംബോ എന്ന് പറയുന്ന ഇനത്തിൽപ്പെട്ടത്. അത് മറന്നു പോകുന്നതിന് ഞാൻ ഇതിൻ്റെ മുകളിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ മറ്റൊരു ഇനമാണ്, ഇതാണ് ആലീസ് ബിഗ് എന്ന് പറയുന്ന ഇനത്തിൽപ്പെട്ടത്. ഇത് ആണെങ്കിൽ നല്ല ഇനത്തിൽപ്പെട്ടതാണ്. ഇതിൻ്റെ തൈകൾ ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. ഏകദേശം 1 മാസം കഴിഞ്ഞാൽ ഇതിൻ്റെ തൈകൾ റെഡിയാവും. ഇനി ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തൈകൾ കൊടുക്കാൻ എൻ്റെ കയ്യിലുണ്ടാവും. ഞാൻ എൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട്, ആവശ്യമുള്ളവർ വിളിച്ചാൽ. ഇത് നല്ല രസമുള്ള ഫ്ലവേഴ്സാണ്. തന്നെയല്ല ഇതിനേക്കാൾ നമുക്ക് മനസ്സിന് നല്ല ഒരു ആനന്ദവും ഉല്ലാസവും ഒക്കെ കിട്ടും ഇതിൻ്റെ കൃഷിയിൽ. നോക്കൂ, ഇതിൽ ധാരാളം പൂക്കളും കായ്കളും, അത് നല്ല വലിപ്പമുള്ളത്. അത് നമ്മൾ പരിചരണം കൊടുക്കുന്നതിനനുസരിച്ചാണ് ഇതിൻ്റെ തൈകളൊക്കെ വലുതാവുകയും ഒക്കെ ചെയ്യുക. ഇതാണ് ഇപ്പോൾ എൻ്റെ ഞാനിങ്ങനെ കൃഷി ചെയ്ത് ഉണ്ടാക്കിയപ്പോൾ മനസ്സിനുള്ള ഇത് കായ്ക്കുകയും പൂക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സന്തോഷം നിങ്ങളായിട്ട് പങ്കിടാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്.